ഹലോ മൈ ഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നിട്ടാണ്. അപ്പൊ അതിനകത്ത് ഒരെണ്ണമാണ് വാൻ സബ്ദാരി, ദെൻ മുഗൾ വാസ്തുവിദ്യ റിലേറ്റ് ചെയ്ത് ഫത്തേപൂർ സിക്രി, ചെങ്കോട്ട, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാൻ സബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? അക്ബർ ആണ് മാൻ സബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ആരാണ്? അക്ബർ ആണ് മാൻ സബ്ദാരി. അടുത്തൊരു ചോദ്യം, മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാൻ ആണ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബൂലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഫാക്റ്റുകളും തെറ്റ് തന്നെ ആണ്. അപ്പം ശരിയായിട്ടുള്ളത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ ആണ് സ്ഥാപിച്ചത്. ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് ആരാണ്? അക്ബർ ആണ്. ഇനി ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബൂലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും തെറ്റാണ്. കാരണം ഫത്തേപൂർ സിക്രിയുടെ ഉയർന്ന കവാടം ആണ് ബൂലന്ദ് ദർവാസ. ആരുടേതാണ്? ഫത്തേപൂർ സിക്രിയുടെ ഉയർന്ന കവാടം ആണ് ബൂലന്ദ് ദർവാസ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ പറയുന്ന ഫത്തേപൂർ സിക്രിയാണ് ലണ്ടനേക്കാൾ മനോഹരമായ നഗരം എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചത്. ലണ്ടനേക്കാൾ മനോഹരമായ നഗരം എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചത് ഫത്തേപൂർ സിക്രി ആണ്. ഈ ഇത് ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ അടുത്ത ഒരു ചോദ്യം നോക്കാം. ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത്, അതിന്റെയും ആൻസർ അക്ബർ തന്നെയാണ്. ദഹ്സല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് അക്ബർ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അക്ബർ ഓറിയന്റ് ചെയ്തിട്ടാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് അക്ബറിന്റെ എങ്കിലും പഠിച്ചു വെക്കണം. ഇനി മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് SCRT ഓറിയന്റ് ചെയ്തൊന്ന് പഠിച്ചു നോക്കാം. മുഗൾ ഭരണത്തിന്റെ അടിത്തറ പാകിയത് ബാബർ ആണ്. 1526 മുതൽ 1530 വരെയുള്ള കാലഘട്ടത്തിൽ ആണ് ബാബറുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് 1526 മുതൽ 1530 വരെയാണ് ബാബറുടെ കാലം. സെക്കൻഡ് പേഴ്സൺ ആണ് ഹുമയൂൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. 1530 മുതൽ 1540 വരെയും 1555 മുതൽ 1556 വരെയും മുഗൾ രാജവംശം ഭരിച്ചത് ആരെയാണ്? ഹുമയൂൺ ആണ്. ഹുമയൂൺ. ദെൻ അതിനുശേഷം അക്ബർ, തേർഡ് പേഴ്സൺ ആണ് അക്ബർ എന്ന് പറഞ്ഞിരിക്കുന്നത്. 1556 മുതൽ 1605 വരെ അക്ബർ ആണ്. അക്ബറിന് ശേഷം ജഹാംഗീർ, ജഹാംഗീറിന് ശേഷം ഷാജഹാൻ, ഷാജഹാനിന് ശേഷം ഔറംഗസീബ്. അപ്പം ഇതായാലും 1857 വരെ മുഗൾ രാജവംശമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഔറംഗസീബ് ലാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും അതായത് ലാസ്റ്റ് പ്രഗത്ഭനായ ഭരണാധികാരി ഔറംഗസീബ്. എന്നിരുന്നാൽ പോലും 1857 വരെയും ആരുടെ കാലഘട്ടം ആണ്? മുഗളന്മാരുടെ കാലഘട്ടം ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ബാബർ 1526 മുതൽ 30 വരെ, ഹുമയൂൺ സെക്കൻഡ് പേഴ്സൺ 30-40, ദെൻ 55 മുതൽ 56 വരെ, അക്ബർ 1556 1605, ജഹാംഗീർ 1605 1627, ദെൻ ഷാജഹാൻ 1627 1658, 1658 മുതൽ 1707 വരെ ഔറംഗസീബാണ് ഭരിച്ചത്. അപ്പൊ ഇവിടെ നമുക്കൊരു മിസ്സിംഗ് കാണുന്നുണ്ട്. 1540 മുതൽ 1545 വരെ ഷേർഷാ സൂരിയാണ് ഡൽഹി കേന്ദ്രമായിട്ട് ഭരിച്ചത്. അദ്ദേഹം ഒരു സൂർ വംശജൻ ആയിരുന്നു. മുഗൾ ഭരണാധികാരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ എത്തിയത്. ആരെയാണ്? ഹുമയൂണിന്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞ സമയത്ത് 1540 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. 40 മുതൽ 45 വരെയുള്ള സമയത്ത് ഡൽഹി കേന്ദ്രമായി ഭരിച്ചത് സൂർ വംശജനായിട്ടുള്ള ഷേർഷാ സൂരി ആയിരുന്നു. ഷെർഷായുടെ പിൻഗാമികൾ വളരെ ദുർബലനായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് 1555 ഹുമയൂൺ ഡൽഹിയുടെ അധികാരം വീണ്ടും പിടിച്ച് വീണ്ടും സിംഹാസനത്തിൽ വന്നു. അതാണ് ആ ഒരു ഗ്യാപ്പ് അവിടെ ഫിൽ ആവുന്നുണ്ട്. ഇനി ബാബറാണ് ഓൾറെഡി ഇത് തുടങ്ങി വെച്ചതെന്ന കാര്യം പറഞ്ഞു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാകുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് അക്ബർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്കകത്ത് മാൻസബ്ദാരി വന്നിട്ടുണ്ടായിരുന്നു. ആ മാൻസബ്ദാരി നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. അതായത് വലിയൊരു സൈന്യത്തെ രൂപിച്ചു. ഇതിനു വേണ്ടിയിട്ട് വ്യത്യസ്തമായ ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്, മാൻസബ്ദാരി. ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു. ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥനായിരുന്നു. രാജ മാൻസിംഗ്, രാജ തോഡർമാൾ, ബീർബൽ, രാജ ജയ്സിംഗ് തുടങ്ങിയ മുഗൾ ഭരണത്തിൽ പദവികൾ വഹിച്ച രജപുത്രരായിട്ടുള്ള
കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ മാൻ അബ്ദാലി സമ്പ്രദായം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം, അക്ബറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അക്ബർ നാമയും ഐനി അക്ബരിയും ജസ്റ്റ് ഓർത്തു വെച്ചേക്കണം. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർനാമ. അബുൾ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർനാമ. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങൾ ഉണ്ട്. ആദ്യ ഭാഗം അക്ബറുടെ മുൻഗാമികളെയും, രണ്ടാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെയും, മൂന്നാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെയും പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ ഭാഗം ഐനി അക്ബരി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം അക്ബർനാമ രചിച്ചത് അബുൾ ഫസൽ ആണ്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് ഭാഗം മുൻഗാമികളെ പറ്റിയിട്ടും, രണ്ടാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെ പറ്റിയിട്ടും, മൂന്നാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെ പറ്റിയിട്ടും പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ ഭാഗം ഐനി അക്ബരി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇനിയും ഈ ചെങ്കലിൽ തീർത്ത ഇതിഹാസം ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. ചെങ്കലിൽ തീർത്ത ഇതിഹാസം എന്നാണ് ഫത്തേപൂർ സിക്രി അറിയപ്പെടുന്നത്. അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരം ആണ് ഫത്തേപൂർ സിക്രി. ഇതിന്റെ കവാടമാണ് ബുലന്ദ് ദർവാസ. ഈ ഫത്തേപൂർ സിക്രിയിലാണ് അക്ബറിന്റെ ഗുരുവായിട്ടുള്ള സലീം ചിസ്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ആരുടെയാണ്? സലീം ചിസ്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഫത്തേപൂർ സിക്രിയിൽ ആണ്. അപ്പൊ ഇതിന്റെ കവാടമാണ് ബുലന്ദ് ദർവാസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ആണ് ബുലന്ദ് ദർവാസ. ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായിട്ടാണ് അക്ബർ ഇത് പണി കഴിപ്പിച്ചത്. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔറംഗസീബ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചത് ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ എന്നാണ്. അത് തെറ്റാണ്. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ഔറംഗസീബ് ആണെന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ഔറംഗസീബ്. ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം ഫത്തേപൂർ സിക്രി. അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരം ഫത്തേപൂർ സിക്രി. ഇതിന്റെ കവാടമാണ് ബുലന്ദ് ദർവാസ, അല്ലാതെ ചെങ്കോട്ടയുടെ കവാടം അല്ല. ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസമാണ് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ആണ് ബുലന്ദ് ദർവാസ. അത് പണി കഴിപ്പിച്ചത് ഏത് വിജയത്തിന്റെ പ്രതീകമായിട്ടാണ്? ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായിട്ടാണ്. അപ്പൊ ബേസിക്കലി അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഇനിയും നിങ്ങൾ അക്ബറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് ഇതൂടെ പഠിച്ചു വെക്കണം. ഫത്തേപൂർ സിക്രി ആരുടേതാണ്? അക്ബറുടേതാണ്. പഞ്ച്മഹൽ നിർമ്മിച്ചതും അക്ബർ തന്നെയാണ്. ബുലന്ദ് ദർവാസ അക്ബറുടേതാണ്. ഇബാദത്ത് ഖാന ജോധാബായിയുടെ കൊട്ടാരം. ഈ 5 നിർമ്മിതികളും ആരുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം? ഫത്തേപൂർ സിക്രി, പഞ്ച്മഹൽ, ബുലന്ദ് ദർവാസ, ഇബാദത്ത് ഖാന, ജോധാബായിയുടെ കൊട്ടാരം തുടങ്ങിയവ അക്ബറുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം. ആരുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം? അക്ബറുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഏതൊക്കെയാണ് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു നോക്കിക്കേ. അതായത് ഫത്തേപൂർ സിക്രി, പഞ്ച്മഹൽ, ബുലന്ദ് ദർവാസ, ഇബാദത്ത് ഖാന, ജോധാബായിയുടെ കൊട്ടാരം. ഫത്തേപൂർ സിക്രി, പഞ്ച്മഹൽ, ബുലന്ദ് ദർവാസ, ഇബാദത്ത് ഖാന. ഓക്കെ. ഇനി ഇത് കൂടാതെ നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മുഗൾ സാമ്രാജ്യ സമയത്ത് അതും ഓറിയന്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതായത് അതുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. മുഗൾ ഭരണകാലത്ത് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടും പ്രാദേശിക ഭരണ പ്രദേശങ്ങളായിട്ടും തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലെ ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും ആണ് നമ്മൾ പറഞ്ഞത്. ഇത് കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുഗൾ ഭരണകാലത്ത് കേന്ദ്രഭരണം, നമ്മളിപ്പോ യൂണിയനും സ്റ്റേറ്റ്സും എന്ന് പറയുന്ന പോലെ മുഗൾ ഭരണകാലത്ത് എന്തുണ്ടായിരുന്നു? കേന്ദ്രഭരണ പ്രദേശം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് വക്കീൽ എന്ന് പറയുന്ന പൊസിഷനാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന തസ്തികയുമായിട്ട് തുല്യമായിട്ട് വന്നിരിക്കുക. അവരുടെ ചുമതലകൾ വക്കീൽ, പ്രധാനമന്ത്രി. സദർ ആണ് നീതിന്യായം. വസീറും സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നതാണ്. വസീറും മിർബക്ഷി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. സൈനികവുമായി ബന്ധപ്പെട്ട ഇതാണ് മിർബക്ഷി. മിർബക്ഷി സംവിധാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുഗൾ ഭരണകാലത്ത് സൈനികം. വസീറാണ് ധനകാര്യം കൈകാര്യം ചെയ്തത്. നീതിന്യായം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരാണ് സദർ. പ്രധാനമന്ത്രി, വക്കീല്. വക്കീൽ, പ്രധാനമന്ത്രി, സദർ നീതിന്യായം, വസീർ ധനകാര്യം, മിർബക്ഷി സൈനികം. എന്തൊക്കെയാണ്? വക്കീൽ, പ്രധാനമന്ത്രി, സദർ നീതിന്യായം, വസീർ ധനകാര്യം, മിർബക്ഷി സൈനികം. വക്കീൽ, പ്രധാനമന്ത്രി, സദർ നീതിന്യായം, വസീർ ധനകാര്യം, മിർബക്ഷി സൈനികം. ഇതുപോലെ തന്നെ പ്രാദേശിക ഭരണ വിഭാഗങ്ങൾ ഉണ്ട്. അതായത് ആ ടൈമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും അവരുടെ ആ ഒരു പൊസിഷനുമാണ് പറയുന്നത്. സുബൈദാർ, പട്ടണം, കൊത്തുവാൾ, ഗ്രാമം, ചൗധരി, പർഗാന, ശിഖ്ദാർ, സർക്കാർ, ഫൗജ്ദാർ. അപ്പൊ പ്രാദേശിക ഭരണ വിഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആണ് പറഞ്ഞത്. പല സുബകളായിട്ടൊക്കെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സുബൈദാർ, പട്ടണം, കൊത്തുവാൾ, ഗ്രാമം, ചൗധരി. പട്ടണം, കൊത്തുവാൾ, ഗ്രാമം, ചൗധരി, പർഗാന, ശിഖ്ദാർ, സർക്കാർ, ഫൗജ്ദാർ. സർക്കാർ, ഫൗജ്ദാർ, പർഗാന, ശിഖ്ദാർ, ഗ്രാമം, ചൗധരി,
സുബൈദാർ. നിങ്ങൾ ഇത് പറ്റിയിട്ടില്ലെങ്കിലും സെൻട്രലി ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. നമ്മളിപ്പോ ധനകാര്യത്തിന്റെ ഒക്കെ പറഞ്ഞില്ലേ, മിർബക്ഷീട്, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഇതിപ്പം പഠിക്കാൻ ഇച്ചിരി പാടാണെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടേച്ചിരുന്നാൽ മതി. ഓക്കെ, സുബൈദാർ, പട്ടണം കൊത്തുവാൾ, ഗ്രാമം ചൗധരി, പർഗാന ശിഖദാർ, സർക്കാർ ഫൗജുദാർ. ഓക്കെ, ഇനി അക്ബറുമായി ബന്ധപ്പെട്ട് ഈ ദഹസാല സമ്പ്രദായ ക്വസ്റ്റ്യൻ അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ദഹസാല സമ്പ്രദായത്തിന് പറയുന്ന വേറൊരു പേരാണ് ഏത്? സബതി സമ്പ്രദായം. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സപ്തി സമ്പ്രദായം. അതായത് ശാസ്ത്രീയമായിട്ട് ഭൂനികുതി സംവിധാനം ആണ്. ആരുടെ നേതൃത്വത്തിലാണ് വന്നത്? രാജാ തോഡർമാളിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ദഹസാല സമ്പ്രദായം അഥവാ സപ്തി സമ്പ്രദായം അക്ബർ നടപ്പിലാക്കിയത്. ഇനി സാമ്രാജ്യത്തെ സുബകൾ അഥവാ പ്രവിശ്യകളായിട്ട് വിഭജിച്ചു. അതിനെയാണ് സബ്സിഡിയറി സിസ്റ്റം, അതായത് മാൻസബ്ദാരി സിസ്റ്റം. അതായത് ഒരു ഉദ്യോഗസ്ഥന്റെ അണ്ടറിൽ ഇഷ്ടം പോലെ കുറേയധികം സൈന്യത്തെ നിലനിർത്തണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? മാൻസബ്ദാരി സിസ്റ്റം അക്ബർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടെ ജസ്റ്റ് ഇവിടെ ഓർത്തു വെച്ചേക്കണം. എല്ലാ മതങ്ങളിലെയും നല്ല വശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദിൻ ഇലാഹി അദ്ദേഹം സ്ഥാപിച്ചു 1582. ദൈവിക വിശ്വാസം അഥവാ ദിൻ ഇലാഹി എന്ന തരം പുതിയ ഒരു മതം സ്ഥാപിച്ചതും അക്ബർ തന്നെയാണ്. രാജാ തോഡർമാളിന്റെ സഹായത്തോടു കൂടിയിട്ട് ദഹസാല സമ്പ്രദായം അഥവാ സപ്തി സമ്പ്രദായം എന്ന് പറയുന്ന ശാസ്ത്രീയ ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? അക്ബർ. രാജാ തോഡർമാൾ, ദഹസാല സമ്പ്രദായം, സപ്തി സമ്പ്രദായം, അക്ബർ. പഠിച്ചോ? ഇനി സാമ്രാജ്യത്തെ സുബകളിനെയാണ് നമ്മൾ പ്രവിശ്യകൾ എന്ന് പറയത്തില്ലേ, പ്രൊവിൻസ് എന്ന് പറയത്തില്ലേ, അതാണ് സുബകളായിട്ട് അക്ബറിന്റെ കാലത്ത് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. സബ്സിഡിയറി സിസ്റ്റം അഥവാ മാൻസബ്ദാരി സിസ്റ്റം അവിടെ എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മാൻസബ്ദാരി സിസ്റ്റം ആരുടേതാണ്? അക്ബറിന്റേതാണ്. എല്ലാ മതങ്ങളിലെയും നല്ല വശങ്ങൾ ഉൾപ്പെടുത്തി ദിനിലാഹി എന്ന് പറയുന്ന പുതിയ മതം സ്ഥാപിച്ചു 1582. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം. അതായത് ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ഔറംഗസീബാണ്. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസയാണോ? അതല്ല. പിന്നെ ഫത്തേപൂർ സിക്രിയിലേക്കുള്ള ഉയർന്ന കവാടമാണ് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രി ആരാണ് സ്ഥാപിച്ചത്? അക്ബറാണ്. അപ്പൊ നിങ്ങൾ മിനിമം നിങ്ങൾ ആരെ പറ്റിയിട്ടുള്ളതിലെങ്കിലും പഠിച്ചു വെക്കണം. അക്ബറിനെ പറ്റിയിട്ടുള്ളതെങ്കിലും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് ടെലഗ്രാമിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് ആണ്. അതിനകത്ത് നമ്മൾക്ക് ഇപ്പൊ 10 ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡും PDF എല്ലാം അവൈലബിൾ ആയിരിക്കും. PDF ഡെയിലി ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാവുന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് കവർ ചെയ്ത് പോകാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് സമയം ആയതുകൊണ്ട് വലിച്ചു വാരി പഠിക്കാനൊന്നും ടൈമില്ല. 208 ടോപ്പിക്സ് ആണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആർട്സ്, സ്പോർട്സ്, സിനിമ, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കമ്പ്യൂട്ടർ, ഹിസ്റ്ററി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ജോഗ്രഫി, ഇത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് 208 ടോപ്പിക്സ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാവുന്നതാണ്. താങ്ക് യു.